കർക്കിടകത്തിലെ പത്തിലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടത് തന്നെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി കുറച്ചല്ല, 10 ഇല്ലെങ്കിലും ഒരു 6 വരേക്കൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് പല ദിവസങ്ങളിലായിട്ടാണ് കിട്ടിയതും. അതുകൊണ്ട് എല്ലാ ഇലയും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ പത്തില എന്ന് പറയുന്നത് 10 ഒരുമിച്ച് മാത്രമേ കഴിക്കാവൂ എന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ എങ്ങനെയായാലും ഇലയല്ലേ, കഴിച്ചാൽ മതിയല്ലോ. ഇക്കൂട്ടത്തില് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളുണ്ട്. ഈ ബൊക്ക പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പേരാണ് സാമ്പാർ ചീര. കോഴിക്കോട് ഇതുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഈ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പൂവുണ്ടോ, ഇതിന്റെ പൂവ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കഴിക്കാനെടുക്കുക. ഉപ്പേരിയായിട്ടും താളിപ്പായിട്ടും കറിയായിട്ടും ഒക്കെ നമ്മൾ ഈ ഇല യൂസ് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ ഈ ചീര ഉപയോഗിച്ച് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് കഴുകി കുക്കറിലിട്ട് ഒരു 3 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ചീര ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വെന്ത് വന്ന പരിപ്പിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർക്കാം. എന്നിട്ട് തേങ്ങ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ചീരയും കൂടെ ആഡ് ചെയ്യണം. പിന്നെ മൊത്തത്തിലൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. പിന്നെ കുറച്ച് ചേനേന്റെ ഇല കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ചെറിയൊരു താളിപ്പ് കൂടെ ഉണ്ടാക്കി. പിന്നെ പുറത്ത് മഴ ഇങ്ങനെ കഠിനമായി പെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റം കൂടെ വേണ്ടേ, അതുകൊണ്ട് കുറച്ച് വഴുതന ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു ഊണ്, അന്തസ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.